തലശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റബ്കോ ചെയർമാൻ കാരായി രാജന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റബ്കോയിലെ തൊഴിലാളികളും ജീവനക്കാരും രംഗത്ത്. തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് സ്വരൂപിച്ച് കാരായി രാജന് കൈമാറി. റബ്കോ ഫാക്ടറി പരിസരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് P. ജയരാജൻ തുക സ്ഥാനാർത്ഥിക്ക് കൈമാറി. റബ്കോവിലെ തൊഴിലാളികൾ എന്ന നിലക്ക് നൽകുന്ന കെട്ടിവെക്കുന്ന പൈസ നൽകുന്ന ഈ ചടങ്ങ് നടത്തുന്നതിൽ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. കാരണം സഖാവ് രാജനെ വളരെ ചെറുപ്പത്തിൽ തന്നെ നേരിട്ട് അറിയാവുന്ന ആളാണ്. ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി, വീടിത്തൊഴിലാളിയായി, പിന്നീട് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകനായും നേതാവുമായി ഉയർന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ് സഖാവ് രാജൻ. CPM-ൻ്റെ നേതാവായതുകൊണ്ട് മാത്രം കള്ളക്കേസിൽ പ്രതിയേർക്കപ്പെട്ട് വളരെയധികം പീഡനങ്ങൾക്കിരയായിട്ടുള്ള ഒരു പാർട്ടി നേതാവ് കൂടിയാണ് സഖാവ് രാജൻ. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും ഇതുപോലെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വടകരയിൽ ഒരു കൊലപാതകം നടന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കള്ളക്കേസിലും സഖാവ് രാജനെ പ്രതിയേർത്തി. ഇപ്പോഴും വിചാരണയിലിരിക്കുന്ന ഒരു കേസ് യഥാർത്ഥത്തിൽ ആരാണത് ചെയ്തത് എന്ന് സമൂഹത്തിന് മുമ്പിൽ വളരെ വ്യക്തമാണ്. RSSകാർ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം CPM-ൻ്റെ ചുമലിൽ കെട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമായി സഖാവ് കാരായി രാജനും അതിൽ പ്രതിയേർക്കപ്പെട്ടു. കള്ളക്കേസിൽ പ്രതിയേർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ 9 വർഷക്കാലം നാടുകടത്തപ്പെട്ട ആളെപ്പോലെ ജില്ലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് സഖാവ് രാജൻ. അന്ന് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വരുത്താത്ത സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് രാജൻ പാട്യം ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ കോടതി എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായി രാജന് ആ സ്ഥാനം വഹിച്ച് തുടർന്നു പോകാൻ കഴിഞ്ഞില്ല, രാജിവെക്കേണ്ടി വന്നു. തുടർന്നാണ് പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കേണ്ടി വന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ റബ്കോ എന്ന സ്ഥാപനം റബ്ബർനിഷ്ഠിത വ്യവസായം നടത്തി തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മഹത്തായ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലാണ് സഖാവ് രാജൻ അതിൻ്റെ ചെയർമാനായി നിയോഗിക്കപ്പെട്ടത്. അതിനെയും നല്ല നെഞ്ഞൂക്കോടുകൂടി അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. സ്ഥാപനത്തിന്റെ വളർച്ചയിൽ കാരായി രാജൻ പുലർത്തുന്ന കരുതലിനുള്ള നന്ദി പ്രകടനമാണ് ഈ സ്നേഹസമർപ്പണമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. നമുക്കറിയാം, വിജയം സുനിശ്ചിതമാണ്. പക്ഷേ സഖാവ് രാജാവിൻ്റെ ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ തലശ്ശേരിയുടെ രാഷ്ട്രീയ പാരമ്പര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. റബ്കോ ഹുവാർഡ് ജനറൽ മാനേജർ ശ്രീകേഷ് KC, റബ്കോ എംപ്ലോയീസ് യൂണിയൻ സ്റ്റേറ്റ് സെക്രട്ടറി AK രവീന്ദ്രൻ, റബ്കോ ഹുവാർഡ് യൂണിറ്റ് ഭാരവാഹികളായ VK സുരേഷ്, രാജൻ C തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് നാം എല്ലാം ഏർപ്പെട്ടിട്ടുള്ളത്. ഏതായാലും എല്ലാവരുടെയും മുഖത്ത് മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായ ഉള്ളിൽ നിന്നുള്ള നിറഞ്ഞ ചിരി കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, റബ്കോ രക്ഷപ്പെടും എന്ന് മാത്രമല്ല, അത് കുതിക്കുകയും ചെയ്യും. അതിനുള്ള പദ്ധതികളുമൊക്കെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ 520 കോടി രൂപ
സർക്കാർ ഈക്വിറ്റിയായി മാറ്റുകയും 20 കോടി രൂപ നമുക്ക് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നബാർഡിൽ നിന്ന് ലഭിക്കുന്നത് വഴി വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ റബ്കോവിന് സാധിക്കും. വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാധ്യതകൾ ഒക്കെ പരിഹരിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ മുന്നിൽ തിരിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാ കാലത്തും മാനേജ്മെൻറ്റ് ഒരു സാധാരണ തൊഴിലാളി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം മാത്രമേ വന്നിട്ടുള്ളൂ. തൊഴിലാളി വിരുദ്ധ താല്പര്യങ്ങൾ ഒരു കാലത്തും ഒരു സമയത്തും റബ്കോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.